എടാ നിങ്ങൾ മുടി കൊഴിച്ചിലുള്ള ഒരാളാണോ? എടാ നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നല്ല തിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ വേണോ? നിങ്ങൾക്ക് അങ്ങനത്തെ ഹെയർ വേണമെങ്കിൽ ഞാൻ പറയണ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ മാറ്റം ഉണ്ടാവും. ഇത് ഗേൾസിനും ബോയ്സിനും ഒരേപോലെ എഫക്റ്റ് ചെയ്യണ കാര്യമാണ് ഞാൻ പറയാൻ പോണം. എടാ ആദ്യത്തെ കാര്യം, നിങ്ങൾ തലയിൽ ഹീറ്റ് കൊടുക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയറിൽ കെരാറ്റിൻ ബോണ്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സംഭവം ഇല്ലാതായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ഈ കെരാറ്റിൻ ബോണ്ട് ഇല്ലാതായി പോകും. ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഡ്രൈയും ഫ്രിസിയുമായിട്ട് ലാസ്റ്റ് പൊട്ടി പോകാൻ തുടങ്ങും. ലാസ്റ്റ് ഹെയർ ഫുള്ളായിട്ട് പോണ ഒരു അവസ്ഥ വരെയും വരും. അതുകൊണ്ട് പരമാവധി തലയിൽ ഹീറ്റ് കൊടുക്കാതിരിക്കുക. എടാ രണ്ടാമത്തെ കാര്യം, ഡീപ്പ് സ്ലീപ്പ്. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഡീപ്പായിട്ട് സ്ലീപ്പ് ചെയ്തോളണം. എടാ മൂന്നാമത്തെ കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കാം. ഒരു 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാം. എടാ നാലാമത്തെ കാര്യം, നന്നായിട്ട് സീഡ്സും നട്ട്സും കഴിക്കുക. അത് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ സീഡ്സും നട്ട്സും കഴിക്കണം, നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതേപോലെ 5-ാമത്തെ കാര്യം, കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മുടി ഈരാതിരിക്കുക. എടാ കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തല തോർത്താനും നിൽക്കരുത്, മുടി ഈരാനും നിൽക്കരുത്. അങ്ങനെ ഇരിക്കഴിഞ്ഞാൽ മുടി എപ്പോഴും വീക്കായിട്ടിരിക്കുന്ന ടൈമായിരിക്കും നമ്മൾ കുളിച്ച് കഴിയണ സമയത്ത്. ആ സമയത്ത് നമ്മൾ മുടി കെട്ടി വെക്കാനാ, മുടി ഈരാനാ പാടില്ല. കടയടക്കം പറഞ്ഞു പോകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ വലിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇത് ഉറപ്പാണ്. എൻ്റെ ഇപ്പം ഈ സ്റ്റേജിലായിരുന്ന മുടിയില്ലേ, ഈ ഒരു സ്റ്റേജിലാക്കാൻ വേണ്ടി എന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത്. എടാ ഇത് ഹെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നല്ലൊരു മാറ്റം ഹെയറിന് ഉണ്ടാവണം. നല്ലൊരു ഹെൽത്തിയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും മുടിയില്ലാത്ത ആളാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ നന്നായിട്ട് മുടി വളരും, അടിപൊളിയാവും, സെറ്റാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെയറിന് വേണ്ട നല്ല ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു PDF റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഹെയറിന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ആ PDF ഓട്ടോമേഷൻ അയക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് നോക്കോട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബൈ.